ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. തിരുഹൃദയ ഭക്തി നമ്മുടെ ജീവിതത്തിൽ എന്താണ് നൽകുന്നത്? മിസ്റ്റർ മേരി മാർഗരറ്റ് അലക്കോക്കിന് ദർശനം നൽകുമ്പോൾ 12 വാഗ്ദാനങ്ങൾ അവിടെ നിന്ന് നൽകി എന്ന് പലപ്പോഴും നമ്മൾ വായിച്ചു കേൾക്കും. ഭക്തി എന്നത് ക്രിസ്തുവിനെ അനുഭവിക്കാനുള്ളൊരു വഴിയാണ്, വൈകാരികമായ വഴിയാണ്. യേശുവിനെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്ന ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തിരുഹൃദയ ഭക്തി നമ്മോട് പറയുന്നത് എന്ത് എന്ന് ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ മാത്രമേ ജീവിതത്തിൽ മറ്റുള്ളവരോടുള്ള ബന്ധത്തിനകത്ത് ഈ ഭക്തിയുടെ അടയാളങ്ങൾ നമുക്ക് അനുഭവപ്പെടുത്താൻ കഴിയും. കേവലമായ കാര്യസാധ്യത്തിനായിട്ട് ഭക്തമാർഗങ്ങളെ ഉപയോഗിക്കുന്നത് ഇന്ന് സർവ്വസാധാരണമാണ്. നാം എന്ത് ചെയ്യുന്നതും നമുക്കൊരു ലാഭം ഉണ്ടാകാൻ വേണ്ടി ആവണം എന്ന ചിന്ത നമ്മെ ഭരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭക്താനുഷ്ഠാനത്തിലൂടെ പോകുമ്പോൾ ആ അനുഷ്ഠാനത്തിലൂടെ, ആ ആചരണത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് സാമാന്യമായ ചിന്ത. വാസ്തവത്തിൽ ഒരു ഭക്തി, ദൈവത്തോട് ചേർന്നുള്ള നിൽപ്പ് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിപ്പിക്കുന്നത്, എന്ത് അനുഭവമാണ് നമുക്ക് പകർന്നു നൽകുന്നത്, അത് നമ്മോട് എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഫ്രാൻസിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സന്യാസിനിയായ മിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിന് ദൈവം നൽകിയൊരു ദർശനമാണ് നാം തിരുഹൃദയ ഭക്തി അനുഷ്ഠിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രേരണ. മിസ്റ്റർ മേരി മാർഗരറ്റ് അലക്കോക്കിന് ദൈവം ഒരു തിരുഹൃദയത്തെ കാട്ടിക്കൊടുക്കുന്നു. ഹൃദയത്തിൽ മുള്ളുകൾ പതിച്ച, ഹൃദയത്തിന്റെ ഒരു മുറിവിൽ നിന്ന് രക്തമൊഴുകുന്ന, സ്നേഹത്തിന്റെ അഗ്നി എരിയുന്ന, സഹനത്തിന്റെ കുരിശിനെ പേറുന്ന ഒരു തിരുഹൃദയം. ആ തിരുഹൃദയ രൂപം ക്രിസ്തുവിന് ആനുകാലിക ലോകത്തിന് എങ്ങനെയാണ് നാം അനുഭവപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. അത് ഹൃദയത്തിനകത്ത് എത്രത്തോളം നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. തിരുഹൃദയ ഭക്തി അനുഷ്ഠിച്ചാൽ 12 വാഗ്ദാനങ്ങൾ അവിടെ നമുക്ക് നൽകുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യസാധ്യം അതിന്റെ പിന്നിലുണ്ടാകും എന്നതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ആദ്യ ചിന്ത പോവുക. തിരുഹൃദയം പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം മനുഷ്യരക്ഷയെക്കുറിച്ചാണ്. മനുഷ്യരക്ഷ സ്നേഹം മൂലം സാധ്യമാകുന്ന ഒന്നാണെന്നും ആ സ്നേഹം എപ്പോഴും നമുക്ക് നൽകുന്നത് പീഡാനുഭവങ്ങളായിരിക്കുമെന്നും നാം അനുഭവിക്കുന്ന വേദനകളിലൂടെ നാം ഈ ലോകത്തിന് മുൻപിൽ യഥാർത്ഥ സ്നേഹത്തെ വെളിപ്പെടുത്തണമെന്നുമാണ് തിരുഹൃദയം നമ്മോട് പറയുന്നത്. മിസ്റ്റർ യോഹന്നാൻ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ കുരിശിൽ മരിക്കുന്ന നേരത്ത് ഈശോ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്നത് മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപക്കടങ്ങൾക്കും പരിഹാരമായിട്ടാണ്. ഈ കടം വീട്ടുന്ന പ്രവൃത്തിയാണ് തന്റെ ഈ ജീവിതാർപ്പണമെന്ന് യേശു അവസാന വാക്കിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാം പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയായിരിക്കുന്നു എന്നത് മലയാളത്തിലെ വാക്കാണ്. ടെറ്റലസ്റ്റായി എന്ന വാക്കാണ് യഥാർത്ഥത്തിലുള്ളത്. ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞാൽ കൊടുത്തു വീട്ടപ്പെട്ടു എന്നാണ്. ലേവി കണക്ക് പുസ്തകത്തിൽ കടം കൊടുത്തു വീട്ടപ്പെടുമ്പോൾ എഴുതുന്ന പേരാണ് ടെറ്റലസ്റ്റായി. അപ്രകാരം ഒരു വാക്കുകൊണ്ട് തന്റെ ജീവാർപ്പണത്തെ ക്രിസ്തു അടയാളപ്പെടുത്തുന്നതിന്റെ പിന്നിലുള്ളത് മനുഷ്യവംശത്തിന്റെ പാപങ്ങൾക്ക് താൻ കടം വീട്ടുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന്. നമ്മുടെ ജീവിതം ഇപ്രകാരം അവരുടെ പാപക്കടങ്ങൾക്ക് പരിഹാരമായി അർപ്പിക്കാനുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തൽ ആ വാക്കിലുണ്ട്. യേശു കുരിശിൽ മരിക്കുന്ന നേരത്ത് പടയാളികൾ അവിടെ എത്തുന്നുണ്ട്. പടയാളികൾ എത്തുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ട ശരീരങ്ങൾ മരിച്ചോ എന്ന് പരിശോധിക്കാനാണ്. അത് സാപത്തിന് ഒരുക്കമായുള്ള ദിനമാണ്. ആ സാപത്താകട്ടെ മഹാജൂബിലിയുടെ സാപത്താണ്. ആ മഹാജൂബിലിയിൽ കടങ്ങളെല്ലാം ഇളവ് ചെയ്യുന്ന മഹാജൂബിലിയിലെ സാപത്തിൽ കുരിശിൽ തറയ്ക്കപ്പെട്ട് ശരീരങ്ങൾ കിടന്നുകൂടാം. അതുകൊണ്ട് ഒരുക്കത്തിന്റെ ദിനം തന്നെ ഈ മൃതശരീരങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടിയാണ് പടയാളികൾ എത്തുന്നത്. അവർ 2 കള്ളന്മാരുടെയും കാലുകൾ തകർക്കുന്നു, അസ്ഥികൾ തകർക്കുന്നു. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പ്രവചനമുണ്ട്, അവന്റെ അസ്ഥികളൊന്നും തകർക്കപ്പെടുകയില്ല, അത് നിറവേറണം. അവർ പരിശോധിക്കുമ്പോൾ യേശു അതിനു മുമ്പ് തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടയാളികളിൽ ഒരുവൻ ഉറപ്പുവരുത്താൻ വേണ്ടി യേശുവിന്റെ പാർശ്വത്തിൽ കുത്തി അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. സഭ ജനിക്കുന്നത് യേശുവിന്റെ രക്തത്തിൽ നിന്നാണ്, ഈ വിലാവിൽ നിന്നാണ് എന്ന് സഭാപഠനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. യേശു ഈ ലോകത്തിന് വേണ്ടി രക്തം ചിന്തുന്നു, നമ്മുടെ പാപക്കടങ്ങൾക്ക് പരിഹാരമായി മാറുന്നു, നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തൽ നമുക്കിവിടെ കാണാം. സ്നേഹം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് വ്യവഹരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം സ്നേഹത്താൽ പൂരിതമാകേണ്ടതാണ്, സാക്രിഫിഷ്യൽ വാല്യൂ ഉള്ളതാണ്, ഒരു
സമർപ്പണത്തിന്റെ ഭാവം, ബലിയുടെ ഭാവമുള്ളതാണ് സ്നേഹം. സാധാരണ നാം പറയുന്ന സ്നേഹം ഈ ബലിയുടെ ഭാവമുള്ളതല്ല, അത് നേടാൻ വേണ്ടിയുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് തനിക്ക് ആവശ്യമുള്ളവ നേടിയെടുക്കേണ്ടത് എന്ന ചിന്തയാണ് സാധാരണഗതിയിൽ നമ്മെ ഭരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം ഒരു കൊടുത്തുവിട്ടാനുള്ള സ്നേഹമാണ്, അവരിന് വേണ്ടി ആയിരിക്കാനുള്ളതാണ്. രണ്ടു തരത്തിലാണ് നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുക. അവരുടെ കുറവുകളോടെ അവനെ സ്വീകരിക്കുക, രണ്ടാമത് അവരുടെ കുറവുകൾക്ക് പകരമായി കടം വീട്ടുന്നവനായി മാറുക. ഈ രണ്ടു തലത്തിലും ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്നുണ്ട്. ഈ സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെട്ടൊരു കാര്യമല്ല, മനുഷ്യകുലത്തിന്റെ പ്രാരംഭം മുതലേ ദൈവം വെളിപ്പെടുത്തിയ സ്നേഹമാണ്. പാപം ചെയ്ത് അവൻ ദൈവത്തിൽ നിന്ന് ഓടി മറയുമ്പോഴും അവനെ അത്തിയിലകൾ കൂട്ടി നാണം മറയ്ക്കാൻ സഹായിക്കുന്ന ദൈവം, വീണു പോകുമ്പോഴും രക്ഷകൻ വരുമെന്ന് വാഗ്ദാനം നൽകുന്ന ദൈവം, നിരന്തരമായി കൂടെ നടക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന് ആദ്യ ഭാഗം മുതൽ നമുക്ക് കാണാൻ പറ്റുക. പല വീഴ്ചകളും കുറവുകളും പോരായ്മകളും ഉണ്ടാകുന്നുണ്ട്. ആ വീഴ്ചകൾക്കനുസരിച്ച് അവനെ തള്ളിക്കളയുകയല്ല, അവന്റെ കൂടെ നടന്ന് അവനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി, ക്രിസ്തുവിലേക്ക് നയിക്കാൻ വേണ്ടി നിരന്തരമായി അവനോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നത് അബ്രഹാത്തെ വിളിക്കുന്നതിലൂടെയാണ്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് ഈ വെളിപ്പെടുത്തലിന് വേണ്ടിയാണ്. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങി പുറപ്പെടുന്നു, ക്രമേണ സമ്പത്തുള്ളവനായി മാറുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു. കൂടെ ലോത്തുണ്ട്, അബ്രഹാമിന്റെ ഭാര്യയുണ്ട്. അങ്ങനെ അവർ ജീവിതം മുൻപോട്ട് പോകുന്ന സമയത്ത് അബ്രഹാമിന്റെയും ലോത്തിന്റെയും സമ്പത്ത് വർദ്ധിക്കുകയാണ്. അങ്ങനെ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ കഴിയാത്ത വിധം അവരുടെ ഇടം പരിമിതമായി പോകുന്നു. അപ്പോഴാണ് വേർപിരിയാൻ തീരുമാനിക്കുന്നത്. അതിനൊരു പ്രധാന കാരണം അബ്രഹാമും ലോത്തും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവരുടെ തൊഴിലാളികൾ തമ്മിൽ പലപ്പോഴും തർക്കം ഉണ്ടാവുന്നു. സ്വത്തിനെ സംബന്ധിച്ച്, സ്വത്ത് കാര്യങ്ങളാണ്, അവയെ സംബന്ധിച്ച് തർക്കം ഉണ്ടാവുന്നു. അപ്പൊ കുറച്ച് അകന്ന് താമസിക്കേണ്ടതുണ്ടെന്ന് വരുമ്പോഴാണ് ഒരു രണ്ടായിട്ട് പിരിയുന്നത്. ആ പിരിയുന്ന നേരത്ത് അബ്രഹാം ഹൃദയം കൊണ്ട് ലോത്തിനെ കൈവിടുന്നില്ല. അതുകൊണ്ട് ലോത്തിനോട് പറയുന്നത്, നിനക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോകാം, നീ കിഴക്കു ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകും, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ തിരഞ്ഞെടുക്കാനും സ്വന്തം ഇഷ്ടത്തിൽ ചരിക്കാനും ലോത്തിന് അനുവദിച്ചുകൊണ്ടാണ് അബ്രഹാം പ്രവർത്തിക്കുന്നത്. സ്നേഹത്തിന്റെ ഒരു വെളിപ്പെടുത്തൽ അബ്രഹാമിലൂടെ വരുന്നുണ്ട്. അബ്രഹാമിന് അങ്ങനെ പ്രവർത്തിക്കാൻ പ്രേരകമായിട്ട് മാറുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. കാരണം അബ്രഹാം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആളാണ്. ദൈവം വിളിച്ച് തന്റെ വഴിയിലൂടെ നടത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമുക്ക് കാണാം, സ്വത്തുവചനത്തിന്റെ സമയം വരുമ്പോഴാണ് എല്ലാ സ്നേഹവും നഷ്ടപ്പെടുന്നത്. സമ്പത്ത് ആർജിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടങ്ങളിൽ മനുഷ്യൻ പെട്ടുപോകുന്നു. സ്വാർത്ഥത്തിന്റെ ഒരു പിടിമുറുക്കൽ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ജീവിതം സാക്രിഫിഷ്യലായ, ത്യാഗോജ്വലമായ സ്നേഹത്തിൻ്റെത് കൂടിയാണ്. നമ്മുടെ സ്നേഹം പരിപൂർണമായി മരവിച്ചു പോയതാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ക്രമേണ ജീവിതത്തിൽ ഇടപെട്ട് വരുമ്പോൾ നമ്മുടെ സ്നേഹത്തിന്റെ ഉറകെട്ടു പോകും. ഉപ്പിന് ഉറകെട്ടു പോകുന്ന അനുഭവം ഉണ്ടാവും. ആ ഉറകെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നാം തിരിച്ചറിയേണ്ടത്, അങ്ങനെ ഉറകെട്ടു പോകുമ്പോൾ ഉറ കൂട്ടാനായിട്ട് കഴിയുന്ന ഒരാളുണ്ട്. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടുമെന്ന് വിശുദ്ധ മർക്കോസ് സുവിശേഷം 9:49 പറയും. എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ആ അഗ്നി യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അഗ്നിയാണ്. ജെറമ്യാ പ്രവചനത്തിൽ 23:29 പറയും, എന്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയാണ്. അഗ്നി പോലെ പാറയെ പിളർക്കുന്ന കൂടമായി അനുഭവപ്പെടുന്ന ആ വചനമാണ് ക്രിസ്തു. ആ ക്രിസ്തു തന്നെ സ്നേഹം വെളിപ്പെടുത്തുന്നത് കുരിശിലാണ്. ആ കുരിശിലെ സമർപ്പണത്തെ സമഗ്രമായി ചിത്രീകരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയം സ്നേഹജ്വാലകൾ കൊണ്ട് നിറഞ്ഞതാണ്, മുറിവേറ്റതാണ്. ആ ഹൃദയം മുള്ളുകളാൽ ഞെരിക്കപ്പെടുന്നതാണ്, സഹനത്തെ സ്വീകരിക്കുന്നതാണ്. യേശുവിന്റെ തിരുഹൃദയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിത്രത്തെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയണമെങ്കിൽ അത് ഏശയ്യാ പ്രവചനത്തിലേക്ക് പോകേണ്ടി വരും. ഏശയ്യാ പ്രവചനത്തിലാണ് ഇപ്രകാരം മുറിവേറ്റൊരുവൻ, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരുവനാണ്, അവനെ തിരിച്ചറിയാൻ കഴിയാതെ പോയി ജനത്തിനെന്ന് യേശയ്യ വിലപിക്കുന്നത്. ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ്. യേശു ക്രിസ്തു തന്റെ ജീവിതം അർപ്പിക്കുന്നതിലൂടെ, മുറിവേൽക്കുന്നതിലൂടെ മനുഷ്യകുലത്തിന് നൽകുന്ന വിമോചനത്തെ പ്രവാചകൻ തന്റെ പ്രവചനത്തിൽ കാണുന്നുണ്ട്. യേശയ്യാ പ്രവചനത്തിൽ 52-ാം അധ്യായത്തിൽ 13 മുതൽ 53-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് മുറിവേൽക്കുന്ന ക്രിസ്തുവിന്റെ ഒരു മുന്നാസ്വാദനം കാണാം, പ്രതീകം കാണാം. ആ യേശുവിന്റെ മുറിവുകൾ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, സ്നേഹത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നത് ഇപ്രകാരം സഹനത്തിലൂടെയാണ്, സ്വയാർപ്പണത്തിലൂടെയാണെന്ന് പരമാർത്ഥമാണ്. നമുക്ക് ഈ തിരുഹൃദയ ഭക്തിയിൽ നാം കാണുന്ന യേശുവിന്റെ തിരുഹൃദയത്തെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കാം. ആ ഹൃദയം മാംസളമായ ഹൃദയമാണ്.
ഇപ്രകാരം ഒരു മാംസളമായ ഹൃദയത്തെക്കുറിച്ചാണ് എസെക്കിയേൽ പ്രവാചകൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്കൊരു മാംസള ഹൃദയം നൽകും. എസെക്കിയേൽ പ്രവചനം 36-26 നമുക്കത് കാണാൻ പറ്റും. നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം ഒരു മാംസള ഹൃദയം നൽകും. നമ്മുടെ ഹൃദയം മാംസളമാകേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലും ക്രിസ്തുവിന്റെ മാംസളമായ ഹൃദയം എങ്ങനെയാണ് ലോകത്തിന് രക്ഷ നൽകുന്നതിനെ കുറിച്ചും അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഈശോയുടെ സ്നേഹം അനുകമ്പാർദ്രമായ സ്നേഹമാണ്, കരുണാർദ്രമായ സ്നേഹമാണ്. ആ സ്നേഹം നമ്മെ ഉൾക്കൊള്ളുന്നതാണ്, അതേസമയം തന്നെ നമുക്ക് പകരമായി നൽകപ്പെടുന്നതുമാണ്. യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നാം യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കണം. ഹൃദയത്തെ നോക്കുമ്പോൾ മാത്രമേ, യേശുവിന്റെ ഹൃദയത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ അർപ്പണത്തെക്കുറിച്ച് ബോധ്യം നമുക്കുണ്ടാകൂ. മനുഷ്യരക്ഷ എന്നതിനെ സംബന്ധിച്ച യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. നമ്മുടെ ജീവിതം എങ്ങനെയാണ് പരിവർത്തിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. 2000 ആണ്ടിലാണ് ഞാൻ കാണ്ടുവയിൽ വെച്ച് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ സവിശേഷമായ രൂപം കാണുന്നത്. സാധാരണ നമ്മളിവിടെ കാണുന്ന രൂപത്തിലല്ലാതെ മറ്റൊരു രൂപം കാണുന്നു. ആ രൂപത്തിൽ ഈ തിരുഹൃദയം കയ്യിലെടുത്ത് പിടിച്ച് മുൻപോട്ട് നീട്ടുന്ന ഒരു യേശുവിനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കാണ്ടുവ രൂപതയിലെ ഒരു ആശ്രമത്തിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചിത്രം അവിടെ ഇരിപ്പുണ്ട്. ഈ ചിത്രം കാണുമ്പോഴൊക്കെ ഞാൻ അസ്വസ്ഥനായി. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള തിരുഹൃദയ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നായതുകൊണ്ടല്ല, ഈശോ ഒരു തിരുഹൃദയം മുമ്പോട്ട് നീട്ടുകയാണ്. അന്ന് വരെ കണ്ടിട്ടുള്ളത് ഹൃദയഭാഗത്ത് തിരുഹൃദയത്തിലെ ചിത്രമുള്ള യേശുവിനെയാണെങ്കിൽ ഇവിടെ കയ്യിലെടുത്ത് മുൻപോട്ട് നീട്ടുകയാണ്. ആ നീട്ടുന്നത് വളരെയധികം അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഹൃദയം ഇതാ ഭക്ഷിച്ചുകൊള്ളുക. ആ തിരുഹൃദയം ഒരു ബാധ്യതയായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ സ്നേഹക്കുറവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു വ്യാകുലത്തിലേക്ക് അത് ഹൃദയത്തെ തള്ളി നീക്കി. അപ്പോഴാണ് യേശുവിൻ്റെ ഈ തിരുഹൃദയ സ്വരൂപം കാണുന്നത് ഹൃദയത്തിന് അസ്വസ്ഥതയാകാൻ തുടങ്ങിയത്. എനിക്ക് ഇവനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഇവനെ പ്രതി ലോകത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ ഞാൻ വിളിക്കപ്പെടുന്നു, പക്ഷേ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലല്ലോ. സ്നേഹം എപ്പോഴും മുറിവേൽക്കുന്ന പ്രകൃതമുള്ളൊരു കാര്യമാണ്. ആരെ നിങ്ങൾ സ്നേഹിച്ചാലും മുറിവേൽക്കും. സ്നേഹത്തിന്റെ അടയാളമായിട്ട് പറയാവുന്നത് മുറിവുകളാണ്. നിങ്ങൾ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ മുറിവേറ്റവരായിരിക്കണം. നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞാൻ എത്രയേറെ സ്നേഹിച്ചു, തിരികെ കിട്ടിയതെല്ലാം വേദനയാണ്, തിരികെ കിട്ടിയതൊക്കെ മുറിവുകളാണ്. ദമ്പതിമാർ തമ്മിൽ, പങ്കാളിമാർ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ ഒക്കെ ഈ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അവളെ അത്രയേറെ സ്നേഹിച്ചു, തിരികെ കിട്ടിയത് വേദനയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പരിതപിക്കാറുണ്ട്. ആ പരിതാപം തീരണമെങ്കിൽ ഈ ഹൃദയത്തിലേക്ക് നോക്കണം. മനുഷ്യകുലത്തെ ഒന്നാകെ എല്ലാ കുറവുകളോടും പോരായ്മകളോടും കൂടെ സ്നേഹിക്കുകയും പിതാവായ ദൈവത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി തന്റെ ഹൃദയം തുറക്കുകയും ചെയ്യുന്നതിന്റെ അടയാളമാണ് യേശുവിന്റെ മുറിവ്. യേശുവിന്റെ മുറിവ് നമ്മെ ഓരോരുത്തരെയും സ്വീകരിക്കുന്ന മുറിവാണ്. നമ്മുടെ കുറവുകളും പോരായ്മകളും സ്വീകരിക്കാൻ ഹൃദയം തുറന്ന ഒരാളെ ക്രിസ്തുവിൽ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ മുറിവുകളെയും ഇപ്രകാരം മറ്റുള്ളവരെ സ്വീകരിക്കാനുള്ള വഴിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുറിവേൽക്കുക എന്നത് സ്നേഹിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ്. ലോകം മുറിവേൽപ്പിക്കുമ്പോൾ ലോകത്തെ നാം സ്നേഹിച്ചുവെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും നമ്മെ മുറിവേൽപ്പിച്ചുവെന്ന് നിങ്ങൾ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്നേഹിച്ചപ്പോൾ പ്രതിഫലം തന്നത് ദുഃഖമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, അതിന്റെ പിന്നിലുള്ളത് നിങ്ങൾ സ്നേഹിച്ചു എന്നതിന്റെ യാഥാർത്ഥ്യമാണ്. യഥാർത്ഥ സ്നേഹം മുറിവേൽക്കുന്ന സ്നേഹമാണ്. മുറിവേൽക്കാതെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ് യേശുവിന്റെ മുറിവ്. സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും നമ്മിൽ നിന്ന് സ്നേഹം സ്വീകരിച്ചവരാൽ മുറിവേറ്റ അനുഭവങ്ങൾ. അത് ഹൃദയബോധ്യമായിട്ടുണ്ടാവണം. യേശുവിന്റെ ഹൃദയം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അത് മുള്ളുകൾ വരിഞ്ഞു മുറുക്കപ്പെട്ടൊരു ഹൃദയമാണ്. നമ്മുടെ ഹൃദയം ഈ ലോകത്തിന്റെ മുള്ളുകളാൽ നിരന്തരം മുറിവേൽപ്പിക്കപ്പെടുന്നതാണ്. ഈ ലോകത്തിന്റെ മുള്ളുകൾ നമ്മെ ജനിക്കുന്നതാണ്. നാം ഈ ലോകത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരുമ്പോഴും വ്യാകുലങ്ങളെ സ്വീകരിക്കേണ്ടി വരുന്നു, വേദനകളെ സ്വീകരിക്കേണ്ടി വരുന്നു. ലോകത്ത് നിന്ന് നാം വേദനകൾ സ്വീകരിക്കുന്നത് ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുന്ന പ്രവൃത്തിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. യേശു അപ്രകാരം മുള്ളുകളെ മുഴുവൻ സ്വീകരിക്കുന്നുണ്ട്. ഈ ദുരിതങ്ങളെ മുഴുവൻ ഹൃദയത്തിൽ പേറുന്നുണ്ട്. മനുഷ്യന്റെ വ്യാകുലങ്ങളെ മുഴുവൻ തന്റെ ഹൃദയത്തിൽ പേറുന്നവനായിക്കൊണ്ടാണ് ക്രിസ്തു രക്ഷ സാധ്യമാക്കുന്നത്. ആ സമയത്ത് ക്രിസ്തുവിന്റെ ഹൃദയം സ്നേഹത്തെ ജ്വലിപ്പിക്കുന്നു. സ്നേഹത്തിന്റെ ജ്വാലകൾ ഉയരുന്നു. യേശുവിന്റെ വചനം ഹൃദയത്തെ ഭരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും സ്നേഹം കൊണ്ട് ജ്വലിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയം സ്നേഹത്താൽ ജ്വലിക്കുന്നതാണോ? നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം ഉറവെടുക്കുന്നുണ്ടോ?
ആ സ്നേഹം അഗ്നിയായിട്ട് പടരുന്നുണ്ടോ എന്ന് ആലോചിക്കണം. നമ്മുടെ സ്നേഹം പലപ്പോഴും തണുത്തുറഞ്ഞതാണ്. സ്നേഹം തണുത്തുറയുമ്പോഴാണ് പ്രലോഭനങ്ങൾ ഉണ്ടാകുക. സ്നേഹം തണുത്തുറഞ്ഞു പോയ ജീവിതമാണ് നമ്മുടേത്, ചൂടുള്ളതല്ല. ചൂടുള്ള ഹൃദയമാണെങ്കിൽ അനുതാപം ഉണ്ടാവും. ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയം സ്നേഹത്താൽ എരിയുന്നത് തിരിച്ചറിയുന്നുവെങ്കിൽ സ്നേഹം ഇങ്ങനെ ഒരു നെരുപ്പോട് പോലെ എപ്പോഴും നമ്മെ ജ്വലിപ്പിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ അനുഭവപ്പെട്ട അനേകർ ലോകത്തുണ്ട്. മിസ്റ്റർ അൽഫോൻസ് പറയുന്നുണ്ട്, ഞാൻ യേശുവിന്റെ ബലിമേശയിൽ അർപ്പിക്കപ്പെട്ടു, അത് നിരന്തരം എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ നശിപ്പിക്കുകയല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് ജ്വാലയായിട്ട് പടരും. സ്നേഹത്തിന്റെ അഗ്നി അപ്രകാരം പടരുന്നൊരു ഹൃദയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുക. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ അത്രത്തോളം അഗ്നിയിൽ മുക്കുന്നുണ്ട്, പരിശുദ്ധാത്മ സ്നേഹത്താൽ എരിയിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് ലോകത്തോട് കലവറയില്ലാതെ സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയും. ഈ ലോകത്തോട് സ്നേഹം പുലർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയം ക്രിസ്തു സ്നേഹത്താൽ എരിയണം. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നതായിട്ട് മാറണം. സഹനങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതായിട്ട് മാറണം, കുരിശുകളെ സ്വീകരിക്കുന്നതായിട്ട് മാറണം. അങ്ങനെ യേശുവിന്റെ തിരുഹൃദയം നമ്മുടെ മുമ്പിൽ അടയാളപ്പെടുത്തുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ആ സ്നേഹം നമ്മിലൂടെ ലോകത്തിന് അനുഭവപ്പെടുത്തി കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന പരമാർത്ഥം നാം തിരിച്ചറിയുകയാണ് യഥാർത്ഥത്തിൽ തിരുഹൃദയ ഭക്തിയിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം. യേശുവിന്റെ തിരുഹൃദയത്തെ നാം ഭക്തിപൂർവ്വം വണങ്ങുമ്പോൾ, തിരുഹൃദയ പ്രതിഷ്ഠ ചെല്ലുമ്പോൾ, തിരുഹൃദയ ജപമാല ചെല്ലുമ്പോൾ, ഈ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് എന്തെന്ത് മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ചറിയുമ്പോൾ മാത്രമേ എന്ത് ഫലമാണ് അതിൽ നിന്ന് ലഭിക്കുക എന്ന് മർഗ്ഗരീത്ത മറിയത്തോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നിറവേറുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. തിരുഹൃദയത്തെ ഭക്തിപൂർവ്വം വണങ്ങുന്നവർക്ക്, തിരുഹൃദയ പ്രതിഷ്ഠയിൽ സ്വയം സമർപ്പിക്കുന്നവർക്ക്, പ്രതിഷ്ഠ എന്ന് വെച്ചാൽ സ്വയം സമർപ്പിക്കുക എന്നാണ്, തിരുഹൃദയത്തിന് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മർഗ്ഗരീത്ത മറിയത്തോട് പറയുന്നത്, ആരാണോ അങ്ങനെ ഭക്തിയിലാകുന്നത് അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകുന്നതാണ്. നമ്മൾ സാധാരണ ഈ കാര്യം കേൾക്കുമ്പോൾ അനുഗ്രഹം എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ ധാരണ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുന്നതാണ്, സമ്പത്ത് കിട്ടുമെന്നാണ് നമ്മൾ ഉടനെ പ്രതീക്ഷിക്കുക. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരും ദൈവം എന്നാണ്. ജീവിതാന്തസ്സിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വ്യക്തമായി നാം ഒരു കാര്യം തിരിച്ചറിയണം, നമ്മുടെ ജീവിതാന്തസ്സിന് തടസ്സമാകുന്നത് എന്താണ്? നിങ്ങൾ ഏതവസ്ഥയിലാകട്ടെ, പുരോഹിതനാകട്ടെ, സന്യാസിയാകട്ടെ, ദാമ്പത്യത്തിലാകട്ടെ, ഏകസ്ഥാവസ്ഥയിലാകട്ടെ, ഏതവസ്ഥയിലാണെങ്കിലും ജീവിതാന്തസ്സിന് ചേർന്ന അനുഗ്രഹങ്ങൾ അതെന്താണ്? അത് ആ ജീവിതാന്തസ് നമ്മോട് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മെ സമർപ്പിക്കാനുള്ള ശേഷിയാണ്. ദൈവം നമ്മുടെ കൂടെ വരുമെന്നാണ് അനുഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം. ദൈവം നമ്മുടെ കൂടെ വന്ന് നമുക്കാകാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു തരും, നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ബലപ്പെടുത്തും. നമ്മുടെ ജീവിതാന്തസ് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. ഒരു പുരോഹിതൻ നേരിടുന്ന വെല്ലുവിളി എന്താണ്? പൗരോഹിത്യം അബദ്ധമായി പോയെന്ന ചിന്തയാണ്. ആർക്കെങ്കിലും അങ്ങനെ ചിന്തയില്ലെങ്കിൽ അതിനർത്ഥം യഥാർത്ഥ ദൈവങ്ങളുടെ അനുഭവത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രതികൂലമായിട്ടാണ് എപ്പോഴും ഭവിക്കുക. ഒറ്റപ്പെടലിന്റെ, കുറ്റപ്പെടുത്തലിന്റെ, നിരവധിയായ തടസ്സങ്ങളുടെ മേഖലയിലാണ് എപ്പോഴും ഒരു പുരോഹിതനായിരിക്കുക. സുഖകരമായൊരവസ്ഥയിലല്ല. ഓരോ ദൈവവിളിയും ഓരോ ജീവിതാന്തസ്സും ഒരു പ്രതികൂലത്തെ നിരന്തരം കൊണ്ടുവരും. കല്യാണം കഴിച്ചവരുടെ ഒക്കെ മനോഭാവം എന്താണെന്നറിയാം? സ്ത്രീകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടായിരുന്നു, മടത്തിപ്പോയാൽ മതിയെന്ന. ഇത് അബദ്ധമായി പോയെന്ന്. വിവാഹിതരായ പുരുഷന്മാരുടെ മുഴുവൻ ചിന്ത അച്ഛനായ മതിയായിരുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പാടുപെടാനെന്നാണ്. കല്യാണം കഴിച്ചത് അബദ്ധമായി പോയെന്ന് ചിന്തിക്കാത്തവർ വിരളമാണ്. എന്തുകൊണ്ടാണ് ഈ അബദ്ധമായി പോയെന്ന് ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ, എന്നെ മുറിച്ച് വിളമ്പേണ്ടി വരും എന്നൊരു കാര്യം വരുമ്പോൾ നമുക്കത് സ്വീകരിക്കാൻ കഴിയില്ല. ആ പ്രതികൂലത്തെ നേരിടാൻ നമുക്ക് കഴിയുന്നത് ദൈവാത്മാവിന്റെ പ്രേരണയിലാണ്, ദൈവാനുഗ്രഹത്താലാണ്. ഒരു പുരോഹിതൻ പുരോഹിതനായി നിലനിൽക്കുന്നത് ദൈവാനുഗ്രഹത്താലാണ്. അവനവനെ കൊണ്ട് സാധ്യമല്ല. കാരണം ദൈവജനത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ തനിക്ക് പ്രയോജനം? വ്യക്തിപരമായൊരു നേട്ടമില്ലാത്തൊരു കാര്യം. സമ്പത്തുണ്ടാക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, പങ്കുവെക്കാൻ പറ്റുന്നില്ല, ഭാവിയിലേക്കൊന്നും കരുതാൻ പറ്റുന്നില്ല, ഭാവിയിൽ പ്രതീക്ഷയും ഭൂമി വയ്ക്കാൻ പറ്റുന്നില്ല, തന്നെ ആരും സ്നേഹിക്കുന്നവരായിട്ടുണ്ടാകുന്നില്ല. അങ്ങനെ ബന്ധങ്ങളിൽ നിന്ന് അകന്ന് ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും നിഷേധിച്ചിട്ടൊരാൾ ജീവിക്കുന്നു. അയാൾ ഒറ്റപ്പെട്ടു പോകുന്ന നിരവധി അനുഭവങ്ങൾ അയാളുടെ ജീവിതത്തിലുണ്ടാവും. പുരോഹിതൻ എന്ന നിലയ്ക്ക് പുരോഹിതൻ നമ്മൾ കാണുന്നു, അച്ഛൻ ലോഹമൊക്കെ ഇട്ട് വരുന്നുണ്ട്, ആള് ഭയങ്കര കാര്യത്തിലാണ്, ഭക്തിയിലാണ് എന്നൊക്കെ നമുക്ക് തോന്നാം ബാഹ്യമായി.
പക്ഷെ ആന്തരികമായി അനുഭവിക്കുന്ന സംഘർഷങ്ങൾ നിരവധിയാണ്. ഒരു ഇടവകയിരുന്ന കാര്യങ്ങളൊക്കെ ഒരുമാതിരി ചെയ്തു പോകുമ്പോഴാണ് അടുത്ത ഇടവകയിലേക്ക് മാറ്റുന്നത്. ദൈവജനം പലപ്പോഴും ബഹുമാനിക്കുന്നില്ല, പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല. സമ്മർദ്ദം ഉണ്ടാക്കുന്ന ജീവിതമാണ്. ഈ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ജീവിതത്തിനകത്ത് അകമഴിഞ്ഞ് അവനവനെ മറന്ന് അവനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ, തൻ്റെ ജീവിതത്തെ ബലിയായിട്ട് അർപ്പിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ കൂടിയേ തീരും. മാനുഷികമായ ബലം കൊണ്ട് സാധിക്കാവുന്ന കാര്യമല്ല. ഒരു സന്യാസിനി മഠത്തിനകത്ത് ജീവിക്കുന്നത് ഒരിക്കലും അവളുടെ മാനസികമായൊരു താല്പര്യത്തോടെ ആകാൻ ഒരു നിവൃത്തിയില്ല. കാരണം മാനസികമായ താല്പര്യം എപ്പോഴും ഇതിനെതിരായി ചിന്തിച്ചുകൊണ്ടേയിരിക്കും, പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവാത്മാവിന്റെ പ്രേരണയിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് സന്യാസവും പൗരോഹിത്യവും നിലനിൽക്കുക, അതുപോലെ ദാമ്പത്യവും നിലനിൽക്കുക. എനിക്ക് എന്നെ ഉപേക്ഷിക്കേണ്ട ഇടയതല്ല, ഞാൻ എന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്ന സ്ഥലമാണ്. അങ്ങനെ എന്നെ നഷ്ടപ്പെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല. കാരണം മനുഷ്യന്റെ പ്രകൃതം എന്താണ്? അവനവനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അവനവനെ സ്നേഹിക്കുന്ന പ്രകൃതത്തിൽ നിന്ന് അകന്ന് അവനെ സ്നേഹിക്കുക എന്നതിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ, അവിടെ അവനവനുപേക്ഷ സാധ്യമാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മപ്രേരണയിൽ മാത്രമാണ് കൗദാശികമായ ജീവിതാന്തസ്ഥ നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ദൈവം പറഞ്ഞ വാഗ്ദാനം നിറവേറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമുക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ട്, ആ നിലനിൽക്കാൻ കഴിയുന്നതിന്റെ അടിസ്ഥാനം ദൈവസഹായമാണ്. ഇപ്പൊ ജീവിതാന്തസ് നിലനിർത്താനായി ദൈവാനുഗ്രഹം നൽകപ്പെടുന്നു. അത് ക്രിസ്തുവിന്റെ ഈ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാണ്. ആ തിരുഹൃദയമായിട്ട് ബന്ധപ്പെട്ട് നോക്ക്. എന്താണ് നമ്മുടെ പരാതി? ദാമ്പത്യത്തിലെ പരാതി എന്താ? ഭർത്താവ് സ്നേഹിച്ചില്ല, ഭാര്യ സ്നേഹിച്ചില്ല. ഞാൻ ഭാര്യയെ സ്നേഹിച്ചു, ഭാര്യ എനിക്ക് മുറിവേൽപ്പിച്ചു. ഭർത്താവിനെ ഞാൻ സ്നേഹിച്ചു, ഭർത്താവ് എനിക്ക് മുറിവേൽപ്പിച്ചു. ജീവിതം ഭയങ്കര ഞെരുക്കമുള്ളതാണ്. ഇതൊക്കെ തന്നെയല്ലേ പരാതി? ആ പരാതികൾ തീരുന്നത് ഈ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോഴാണ്. അവൻ എനിക്ക് വേണ്ടി മുറിവേറ്റു എന്നതും, സ്നേഹിക്കാൻ വേണ്ടി അവൻ സ്വയം അർപ്പിച്ചു എന്നതും, സഹനങ്ങളെ അവൻ സ്വീകരിച്ചു എന്നതും, ആ സഹനങ്ങളുടെ കുരിശിൽ അവൻ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യമാണ് ക്രിസ്തുവിനെ പ്രതി അവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് ബലം നൽകുന്നത്. അതുകൊണ്ട് തിരുഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനം നമ്മെ ബലപ്പെടുത്തും. അത് അപരോന്മുഖമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കും. നമ്മുടെ ജീവിതാന്തസ് നിലനിർത്താൻ, ആ ജീവിതാന്തസ്സിൽ പുരോഗമിക്കാൻ ക്രിസ്തുവിന്റെ തിരുഹൃദയം നമുക്ക് ഒരു സഹായമായിട്ട് വരും എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായ കാര്യം. തിരുഹൃദയ പ്രതിഷ്ഠ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഇതൊന്നും ഓർത്തിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മുടെ ധാരണ തിരുഹൃദയത്തെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ചെന്നാണ്, അല്ലാതെ തിരുഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ചു എന്നല്ല. അവിടെ തന്നെ അടിസ്ഥാനമായ പിഴവുണ്ട്. നമ്മൾ നമ്മളെയാണ് പ്രതിഷ്ഠിച്ചത്, പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രൂപം പ്രതിഷ്ഠിച്ചു എന്നാണ്. രൂപം പ്രതിഷ്ഠിച്ചു എന്ന് കേവലത്വത്തിൽ കാണുകയും ഒരു ചിത്രമായിട്ട് മാത്രം അതിനെ കാണുകയൊക്കെ ചെയ്താൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട ശക്തി സ്വീകരിക്കാൻ കഴിയാതെ പോകും. തിരുഹൃദയം നമുക്ക് നൽകുന്ന ശക്തി സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ തിരുഹൃദയത്തിലേക്ക് ആഴത്തിൽ നോക്കാൻ നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം പാലിക്കും തിരുഹൃദയം എന്നാ പറയാം. തിരുഹൃദയം എങ്ങനെ സമാധാനം പാലിക്കുന്നത്? അത് മുറിവ് സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കും. അവരെന്റെ നമുക്കെതിരായുള്ള പ്രവൃത്തികളെ സ്വീകരിക്കാൻ നമ്മെ പഠിപ്പിക്കും. അങ്ങനെ നമുക്കെതിരായി മാറുന്നവരെയും സ്നേഹിക്കാൻ കരുത്തു നൽകുന്ന ഒരു സ്നേഹം അതിനകത്തുണ്ട്. ആ സ്നേഹത്തിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലുള്ളവരുടെ കുറവുകളും പോരായ്മകളും അംഗീകരിക്കാനും അവർക്ക് വേണ്ടി പകരം നിൽക്കാനും നമുക്ക് ബലം ഉണ്ടാകുക. അങ്ങനെ ബലം ഉണ്ടായാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ മക്കൾ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ വേദനയുള്ള കാര്യമാണ്, അനുസരിക്കുന്നില്ല. അപ്പൊ അനുസരിക്കാത്ത മക്കളെ കുറിച്ച് സാധാരണഗതി നമുക്കുണ്ടാകുന്ന സ്നേഹമായിരിക്കുമോ നിഷേധമായിരിക്കുമോ? നിശ്ചയമായിട്ടും അവരുടെ ദേഷ്യം വരാനിടയുണ്ട്. പക്ഷെ തിരുഹൃദയത്തിലേക്കൊന്ന് നോക്ക്. മനുഷ്യന്റെ ക്രൂരതകൾ മുഴുവൻ സ്വീകരിച്ചിട്ടും അല്പം പോലും അവനോട് വിദ്വേഷമില്ലാത്ത, അവന് വേണ്ടി സ്വന്തം രക്തം വരെ, ജീവരക്തം വരെ ചിന്താൻ തയ്യാറാകുന്ന ഒരാളാണ് നമ്മുടെ മുമ്പിൽ. ആ ഓർമ്മപ്പെടുത്തൽ വരുമ്പോ, ആ കുരിശിന്റെ ഓർമ്മ വരുമ്പോ, അവൻ സഹനങ്ങളെ സ്വീകരിച്ചത് വരുമ്പോ നമ്മുടെ ഹൃദയം സമാധാനത്തിലാകും. ഞാൻ അനുസരണമില്ലാത്തവനായിരിക്കുമ്പോഴും എനിക്ക് വേണ്ടി ഇങ്ങനെ മുറിവേൽക്കാൻ തയ്യാറായ ഒരുവനാണ് ക്രിസ്തു എന്ന ബോധ്യം ഹൃദയത്തെ ഭരിക്കുമ്പോൾ എന്നെ മുറിവേൽപ്പിക്കുന്നവരോടും കരുണയോടെ പെരുമാറാൻ എനിക്ക് കഴിയും, സമാധാനം പാലിക്കും. അപ്പൊ എന്നെ എതിർക്കുന്നവരെ എതിർക്കാതിരിക്കാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഭരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് തിരുഹൃദയം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തിരുഹൃദയത്തിലേക്ക് എൻ്റെ ചിന്തകളെ എനിക്ക് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയുന്നുവോ അത്രത്തോളം തിരുഹൃദയത്തിന്റെ ഒരു സാന്നിധ്യാനുഭവം എൻ്റെ ഹൃദയത്തിലുണ്ടാകും. എൻ്റെ ഹൃദയം കരുണാർദ്രമായിട്ട് മാറും. എപ്പോഴും സമാധാനം നിലനിൽക്കുന്നത് കരുണയിലാണ്. അവരെന്റെ കുറവിനെ ഉൾക്കൊള്ളാനും അവരെ അവരനായിട്ട് കാണാനും ഹൃദയം ഉറയ്ക്കുമ്പോൾ മാത്രമാണ് സമാധാനം ഉണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം
നമ്മുടെ കുടുംബജീവിതത്തിൽ അനുഭവപ്പെടണമെങ്കിൽ നാം ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് തിരിയുകയും നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നതാണ്. തിരുഹൃദയം നൽകുന്ന രണ്ടാമത്തെ സാധ്യത അതാണ്. അത് രണ്ടാമത്തെ വാഗ്ദാനമായിട്ട് മാർഗരറ്റ് മറിയം പറയുന്നുണ്ട്. മൂന്നാമത്തെ വാഗ്ദാനം അവരുടെ ക്ലേശങ്ങളെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും എന്നുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുന്നത്? നമ്മൾ ക്ലേശിതരായിരിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്? അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ ചെറുതാകുന്നത് എപ്പോഴാണ്? നമ്മളൊരു കാലുവേദനയായിട്ടിരിക്കുന്നത്, കാലിന് ഭയങ്കര വേദന, നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ മുമ്പിലൂടെ ഒരു കാല് നഷ്ടപ്പെട്ട ഒരാൾ കടന്നു പോകുന്നു. അതോടെ നമ്മുടെ കാലുവേദന കുറഞ്ഞു. എന്താ അതിന് കാരണം? നമ്മെക്കാൾ കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ക്ലേശങ്ങളും മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ദ്രോഹങ്ങളുമൊക്കെ അകാരണമായിട്ടും ക്രൂരതയായിട്ടൊക്കെ നമ്മൾ കരുതുക. അങ്ങനെയല്ലേ? നമ്മെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നു, നമ്മൾ സ്നേഹിച്ചപ്പോഴും ദ്രോഹിക്കുന്നു. ഇതൊരു കഷ്ടമാണ്. ജീവിതം മുഴുവൻ ക്ലേശമാണ്, രോഗമുണ്ട്, ദുരിതമുണ്ട്, ഭാരപ്പെട്ടതാണ് ജീവിതം. മടുത്തു എന്ന് പറയാത്തവൻ ആരാ ഉള്ളത്? ഈ മടുത്തു എന്ന് പറയുന്നവർ ഈ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം. അവിടെ ഈ മുള്ളുകൾ തറഞ്ഞിട്ടും മാംസളമായി നിലനിൽക്കുന്ന ഒരു ഹൃദയത്തെ കാണാൻ പറ്റും. ആ മുള്ളുകൾ ഓർമ്മിപ്പിക്കുന്നത് യേശുവിന്റെ പീഡാസഹനങ്ങളെയാണ്, യേശു ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച അനുഭവങ്ങളെയാണ്. മാത്രമല്ല, നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞതിന് പരിഹാരമായി, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതിന് പരിഹാരമായി ആ മുള്ളുകളെ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരാളെയാണ്. യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മുള്ളുകൾ അവൻ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളെ ആകെ പേറുന്നുണ്ട്. ആ മുള്ളുകളിലേക്ക് നോക്കുമ്പോൾ, അവൻ സഹിച്ചതിനെ ഓർക്കുമ്പോൾ, എന്റെ സഹനങ്ങൾ എനിക്ക് ചെറുതായി അനുഭവപ്പെടും. ക്രിസ്തുവിന്റെ സഹനം ഒരു നീതിമാന്റെ സഹനമാണ്. നമ്മെ നീതീകരിക്കാൻ വേണ്ടി അവൻ സ്വീകരിച്ചതാണ് ആ മുറിവുകൾ. ജോബിന്റെ നീതീകരണം പോലെ അല്ല. ജോബ് പറയുന്നത് ജോബിന്റെ നീതീകരണമാണ്, സ്വയം നീതീകരണമാണ്. അവൻ നീതിമാൻ എന്ന് പറയുന്നത് അവൻ സഹനങ്ങളെ സ്വീകരിച്ചതാണ്. പക്ഷേ അവൻ സഹനങ്ങളെ സ്വീകരിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ക്രിസ്തുവിന്റെ സഹനമാണ് നീതിമാന്റെ പൂർണ്ണത. ആ നീതിമാന്റെ പൂർണ്ണത എങ്ങനെയുള്ളതാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ഈ സഹനങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ. അങ്ങനെ ഒരാൾ അകാരണമായി കുറ്റം ചെയ്യാതെ സഹനങ്ങളെ സ്വീകരിച്ചു എന്ന ഓർമ്മപ്പെടുത്തൽ യേശുവിന്റെ തിരുഹൃദയത്തിലെ മുള്ളുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ മുള്ളുകൾ നമ്മുടെ ക്ലേശങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങളെ, നാം അനുഭവിക്കുന്ന ദുരിതങ്ങളെ ഒക്കെ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചെറുതായി കാണാൻ പറ്റും. നമ്മുടെ ക്ലേശങ്ങളിൽ ആശ്വാസമുള്ളവരായിട്ട് നമ്മൾ മാറും. അതുകൊണ്ട് ഈശോയെ എത്രത്തോളം ഹൃദയത്തിനകത്ത് ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിത സഹനങ്ങൾ ഭാരമില്ലാത്തതായിട്ട് മാറും, നമ്മെ മുറിവേൽപ്പിക്കാത്തതായിട്ട് മാറും, ചെറുതായിട്ട് മാറും, ലഘൂകരിക്കപ്പെടും. എന്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ഭാരം ലഘുവുമാണ്. അപ്പൊ ക്രിസ്തുവിലേക്ക് തിരിയാനായിട്ട് ഈ മുള്ളുകൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ക്ലേശങ്ങളിൽ ആശ്വാസമായിട്ട് മാറും. അവൻ എനിക്ക് വേണ്ടി മുറിവേറ്റു എന്നൊരു ഓർമ്മ, അവൻ സഹിച്ചു എന്നൊരു ഓർമ്മ എന്റെ ജീവിതത്തിലെ ഞാൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ ആശ്വസിപ്പിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടും. തിരുഹൃദയ ഭക്തി ജീവിതത്തിലും മരണനേരത്തും ദൃഢമായ അഭയമായിട്ട് മാറുമെന്നാണ് നാലാമത്തെ വാഗ്ദാനം. ഏതു സമയത്തും ഒരു ദൃഢമായ അഭയമായിരിക്കും. നമ്മുടെ ജീവിത ക്ലേശങ്ങളിലും ജീവിതത്തിന്റെ തകർച്ചകളിലുമൊക്കെ അഭയമായിരിക്കും. മരണനേരത്തും അഭയമായിരിക്കും. എന്താണ് അഭയമായിരിക്കാൻ കാരണം? അവന്റെ മുറിവുകൾ എന്നെ വിമോചിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അവൻ സ്വയം സമർപ്പിച്ചത് സകലവും പൂർത്തിയായി എന്ന് പറഞ്ഞത് എന്റെ പാപങ്ങൾക്ക് പകരം കൊടുത്തുകൊണ്ടാണ്, തന്റെ രക്തമർപ്പിച്ചുകൊണ്ടാണ്. അവനിലാണ് എന്റെ ആശ്രയം. എന്റെ കുറവുകളും പോരായ്മകളും സ്വീകരിക്കുകയും എനിക്ക് വേണ്ടി പകരം അവൻ മരിച്ചു എന്ന ഉറപ്പ് ജീവിതത്തിലും മരണനേരത്തും ദൃഢമായ അഭയമായിട്ട് ക്രിസ്തു മാറാൻ കാരണമാകും. ജീവിതത്തിൽ ക്രിസ്തു അഭയമാകുന്നത് എങ്ങനെയാണ്? അവൻ എനിക്ക് പകരം നിന്നു എന്നതിലാണ്, അവൻ എന്നെ വിമോചിപ്പിച്ചു എന്നതിലാണ്, എന്റെ കടങ്ങൾക്ക് പകരമാണെന്നതിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും അഭയമായിരിക്കുന്നത്, എന്റെ ഭയങ്ങളെ നീക്കുന്നത്, ലോകത്തോടുള്ള ഭയത്തെ, മരണഭയത്തെ നീക്കുന്നത് ക്രിസ്തുവാണ്. കാരണം അവൻ മരിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ടി. അതുകൊണ്ട് ഈ ലോകത്തിന് എൻ്റെ മേൽ ആധിപത്യമില്ല, മരണത്തിന് എൻ്റെ മേൽ ആധിപത്യമില്ല. അവന്റെ മരണം എനിക്കൊരു ഉറപ്പ് നൽകുന്നുണ്ട്, അത് നിത്യജീവനാണ്. അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമ്മുടെ ജീവിത പരിശ്രമങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവത്തിലാണ്. അവനവന്റെ കഴിവിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം അവനവന്റെ കഴിവില്ലായ്മ അവനെ വ്യാകുലപ്പെടുത്തും. അങ്ങനെയാണ് നമ്മുടെ കോൺഫിഡൻസ് തകർന്നു പോകുന്നത്.
അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് എന്താണ്? ഞാൻ ക്രിസ്തുവിലാണ്, അവനെ പ്രതിയാണ്, അവനാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. ഈ ബോധ്യമാണ് ശരിക്കും ശക്തി നൽകുക. അങ്ങനെ ക്രിസ്തുവിന്റെ ഹൃദയം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടെന്നും മാംസളമായ എൻ്റെ ഹൃദയത്തെ മാറ്റിയിട്ടുണ്ടെന്നും അവൻ എന്നിൽ വസിക്കുന്നുവെന്നും ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏത് ശ്രമങ്ങളും മനോബലമുള്ളതാകും, ഉറപ്പുള്ളതായിട്ട് മാറും. നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ഭരിക്കുന്ന ഒരു ബോധ്യം എന്താണ്? നമ്മൾ പാപിയാണെന്നുള്ളതാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിക്കകത്തും കുറവുകളും പോരായ്മകളും ഉണ്ട്. സ്നേഹിക്കാൻ കഴിയാത്തതിൻ്റെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയാത്തതിൻ്റെ വ്യാകുലം നമ്മളെപ്പോഴും പേറുന്നുണ്ട്. ആ സമയത്ത് ക്രിസ്തുവിനെ കാണുമ്പോൾ, തിരുഹൃദയത്തെ കാണുമ്പോൾ, നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ വേണ്ടി അവൻ മുറിവേറ്റു എന്ന ബോധ്യം നമുക്കുണ്ടാവും. അതുകൊണ്ട് എന്നിലേക്ക് നോക്കുന്ന പാപികൾ എന്നെ അനന്തമായ കരുണയെ ദർശിക്കുമെന്ന് പറയും. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന ബോധ്യം നമുക്കുണ്ടാവും. അത് പാപകരമായ ലോകത്തു നിന്ന് വിമോചനം പ്രാപിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തെ ദർശിക്കാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ആ സ്നേഹത്തിന്റെ തുടർച്ചയായി നമുക്ക് മാറേണ്ടി വരും. അവൻ എനിക്ക് വേണ്ടി ഇങ്ങനെ കരുണയായി മാറി, അവൻ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തവനാണ്, അവൻ്റെ അനന്തമായ സ്നേഹമാണ് ഈ ഹൃദയത്തിൽ ഞാൻ കാണുന്നത് എന്ന അനുഭവത്തിലേക്ക് ഈ തിരുഹൃദയ ഭക്തർ നയിക്കപ്പെടുമെന്നാണ് മാർഗരീത്ത മറിയം പറയുന്നത്. നമ്മൾ മന്ദഭക്തരാണോ അതോ യഥാർത്ഥ ഭക്തരാണോ? യഥാർത്ഥ ഭക്തിയെക്കുറിച്ച് യാക്കോബ്സിനെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് 1:26, 26, 27 തിരുവചനങ്ങളിൽ യഥാർത്ഥ ഭക്തി എന്നാണ്. അത് ദരിദ്രരോടും വിധവകളോടും അനാഥരോടുള്ള അകമഴിഞ്ഞ സ്നേഹവും അവർക്ക് വേണ്ടി ജീവിതത്തിൽ നിലകൊള്ളാൻ കഴിയുന്നതാണ്. നമ്മെ അപ്രകാരം അനുകമ്പാർദ്രമായ ഹൃദയമുള്ളവരാക്കി മാറ്റുന്നത് ഭക്തിയാണ്. ഭക്തി ഒരു വൈകാരികമായ കാര്യമാണ്. നമുക്ക് പലപ്പോഴും വിശ്വാസത്തിൽ ഇല്ലാതെ പോകുന്നൊരു കാര്യം വൈകാരികതയാണ്. എന്താണ് വൈകാരികത ഇല്ലായ്മ? എൻ്റെ ഹൃദയത്തിൻ്റെ ചലനം ക്രിസ്തുവിലേക്കായിത്തീരുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ട്, ഭക്താനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്നേഹാനുഭവം ഉണ്ടോ? ഞാനൊരു ചെറിയ കാര്യം പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈശോ എത്രമാത്രം നമ്മൾ ഓർക്കുന്നുണ്ട്? അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ ഓർക്കുന്നില്ല. ദൈവമുണ്ട്, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷെ അവൻ എൻ്റെ കൂടെ നടക്കുന്ന ഒരാളാണെന്ന്, അവൻ എന്നോടൊപ്പം ഉണ്ടെന്ന്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കകത്ത് അവൻ്റെ സാന്നിധ്യമുണ്ടെന്ന്, അങ്ങനെ ഒരു അനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? അപ്പോഴാണ് ഹൃദയപരമായ അകലം നമുക്ക് മനസ്സിലാകുക. നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നു, ആ സമയത്ത് ദൈവത്തെ ഓർക്കുന്നു, പിന്നീട് ഏറെ നേരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഓർക്കുന്നത് പിന്നെയുള്ള സമയത്ത് ചെയ്ത പ്രവൃത്തികളൊന്നും നാം ക്രിസ്തുബോധത്തിലല്ല. മന്ദഭക്തി എന്ന് പറയുന്നത് വൈകാരികമായ ബന്ധം നഷ്ടപ്പെട്ടു പോകലാണ്. വൈകാരികമായ ബന്ധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ യേശുവിലാണ് ഞാനെന്ന ബോധ്യം നഷ്ടപ്പെട്ടു പോകും. സന്യാസ ഭവനത്തിൽ ജീവിക്കുമ്പോൾ പോലും, ഇടതളവില്ലാതെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പോലും അതിനിടയിലുള്ള ഒരു സ്നേഹാനുഭവം ഉണ്ടാകുന്നില്ല. ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നത് കൊച്ചുരസ്യയുടെ ഒരു വൈകാരികതയുണ്ട്. നമുക്കില്ലാത്തൊരു കാര്യമാണ്. കൊച്ചുരസ്യ തൻ്റെ വേദനകളെ പോലും ഈശോയുടെ കയ്യിലോ കളിപ്പന്തായിട്ട് തന്നെ കാണുന്നു. ഈശോയുടെ കളിക്കൂട്ടുകാരനായിട്ട് കാണുന്ന നിലയ്ക്ക് വൈകാരികമായ ബന്ധം പുലർത്തുന്നു. വിശുദ്ധ അന്തോനി തന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈശോയുടെ കൂട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു മായാലോകത്ത് ജീവിക്കണമെന്നല്ല നമ്മൾ ഈ പറയുന്നത്. ഇങ്ങനൊരു ബന്ധം നമുക്ക് ഉണ്ടാകുന്നില്ല പലപ്പോഴും. ആ ബന്ധമില്ലായ്മ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകലാണ്. മന്ദഭക്തത എന്ന് പറയും. ഭക്തിയുടെ ബാഹ്യരൂപം ഒക്കെ നിലനിർത്തും, പക്ഷെ അകത്ത് ഹൃദയപരമായ വൈകാരികമായ ബന്ധമില്ല. ആ ഹൃദയപരമായ ബന്ധം ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിലേക്ക് നോക്കുന്നവർക്ക് ഉണ്ടാകുമെന്നാണ് മർഗരീത്ത മറിയത്തിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത്. അതാണ് മർഗരീത്ത മറിയം പറയുന്നത്. ആ ഹൃദയത്തിലേക്ക് നോക്കുന്നവർക്ക് ഈ മന്ദഭക്തതയിൽ നിന്ന് മോചനം ഉണ്ടാവും. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹത്വപൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നവരെ നമുക്ക് ജോൺ ഓഫ് ദി ക്രോസിനെ അവിടെ കാണാൻ പറ്റും. ജോൺ ഓഫ് ദി ക്രോസ് ഈ സ്നേഹത്താൽ എരിയുന്ന ഒരു അഗ്നി ഹൃദയത്തിൽ പേർന്നയാളാണ്. അതുകൊണ്ടാണ് സ്നേഹജ്വാല എന്ന് പറയുന്നത് എഴുതുന്നത്. ദൈവത്തുള്ള ഗാഢമായ പ്രണയമാണ് ജോൺ ഓഫ് ദി ക്രോസ് അനുഭവിക്കുന്നത്. മഹത്വപൂർണ്ണതയിലേക്ക് ഈ തീഷ്ണത പ്രവേശിക്കും, നിരന്തരമായ പ്രകാശമായിട്ട് മാറും. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ആ ഹൃദയം എനിക്ക് വേണ്ടി മുറിവേറ്റതും സ്നേഹം ചിന്തുന്നതും ആഴത്തിലുള്ള അനുഭവമായിട്ട് മാറുമ്പോൾ അവന് വേണ്ടി അപ്രകാരം സ്വീകരിക്കാനുള്ള തീഷ്ണത അത് ജനിപ്പിക്കാനിടയാവും. ഇനി യേശുവിന്റെ ചിത്രം വെച്ച്, ഈ തിരുഹൃദയത്തിന്റെ ചിത്രം വെച്ച് വണങ്ങുന്ന കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറയാം. യേശുവിന്റെ ചിത്രം വെച്ച് വണങ്ങുക എന്നുള്ളത് ഒരു കേവല പ്രവൃത്തിയായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വാഗ്ദാനം നിറവേറുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തിരുഹൃദയത്തെ കാര്യമായിട്ട് പരിഗണിക്കുന്ന പോലുമില്ല.
ഈ തിരുഹൃദയം എന്ന് പറയുന്നത് ഒരു ചിത്രമായിട്ട് കാണാനല്ല, ആ തിരുഹൃദയത്തെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ്. ആ മുറിവിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും, ആ ഹൃദയത്തിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. പക്ഷേ ആ നോട്ടം ഹൃദയത്തിലേക്കുള്ള നോട്ടമാകണം. ആ ചിത്രത്തിലൂടെ യേശുവിന്റെ ഹൃദയത്തിലേക്ക് നോക്കാൻ പറ്റണം. ആ യേശുവിന്റെ ഹൃദയത്തിന്റെ അനുകമ്പാർദ്രത, സ്നേഹാർദ്രത തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ഹൃദയബോധ്യമായിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കാര്യമാണ്. ഒരു ചിത്രം ആ ചിത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നാൽ, കേവലമായൊരു ചിത്രമായിട്ട് കണ്ടാൽ അത് നമുക്ക് അനുഭവമാകില്ല. ആ ചിത്രം എന്തിനെയാണോ വെളിപ്പെടുത്തുന്നത് അതിലേക്ക് ഹൃദയം ഉയർന്നാൽ നിശ്ചയമായിട്ടും ആ കുടുംബം അനുഗ്രഹപ്രദമാകും. അതായത് ദൈവത്തിന്റെ കൂട്ടായ്മ അനുഭവിക്കുന്നതായിട്ട് മാറും. തിരുഹൃദയ ഭക്തി കഠിന ഹൃദയരെ സ്പർശിക്കാനുള്ള ശേഷി പുരോഹിതർക്ക് നൽകുന്ന പറയാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ധ്യാനിപ്പിച്ച ഒരു ദേവാലയത്തിൽ വർഷങ്ങളായി ഒരു അൽമായനുമായി തർക്കത്തിലാണ്. അദ്ദേഹത്തിന്റെ കുറച്ച് ഭൂമി പള്ളിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അവിടെ ഒരു കുരിശുപള്ളി ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ടൊരു തർക്കത്തിലാണ്, കേസിലാണ്. വർഷങ്ങളായുള്ള കേസാണ്. ആ സഹോദരൻ പള്ളി വരുന്നില്ല. ആ സഹോദരൻ പുരോഹിതരോട് വെറുപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ധ്യാനിപ്പിക്കുന്ന ആ പള്ളിയിലെ പുരോഹിതൻ, ധ്യാനത്തിനൊക്കെ ശേഷം ഈ പുരോഹിതൻ ഈ സഹോദരനെ കാണാനായിട്ട് പോകും. അച്ഛന്മാരോട്ട് നല്ല വഴക്കാണ്, കോടതി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വരുന്ന ഒരു വികാരിയും ഈ പറഞ്ഞ സഹോദരനുമായി യാതൊരു ബന്ധമുള്ളതല്ല. ഈ പറയുന്ന പുരോഹിതനെ പ്രത്യേകമായിട്ട് എനിക്കറിയാം. അദ്ദേഹം ഈ ഭക്തിയിൽ അടിയുറച്ചൊരാളാണ്. അദ്ദേഹം ഈ സഹോദരന്റെ വീട്ടിലേക്ക് ചെന്നു. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഈ സഹോദരൻ അവിടെ നിന്ന് പറഞ്ഞു, അവിടെ നിന്നോളാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷെ അച്ഛനതൊന്നും കണക്കാക്കിയില്ല. ആട്ടുന്ന പോലെയാണ് ചേട്ടൻ പറയുന്നത്, പക്ഷെ അതൊന്നും അച്ഛൻ കണക്കാക്കിയിട്ട് അച്ഛൻ അങ്ങ് ചെന്നു. എന്നോട് സംസാരിക്കാൻ വരണ്ട. അപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒന്നും സംസാരിക്കാൻ വന്നതല്ല, നിങ്ങളൊന്ന് കാണാൻ വന്നതാണ്. നമ്മൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ, ഞാൻ നിങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, പിന്നെ നമ്മൾ തമ്മിൽ എന്തിനാ വഴക്ക്? ഇത് പറഞ്ഞപ്പോൾ മറ്റേ ചേട്ടനൊന്നും പറയാൻ പറ്റാതിരുന്നത് കൊണ്ട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. അച്ഛൻ കയറിയിരുന്നു. ഈ ഭൂമി സംബന്ധമായ ഒരു കാര്യത്തെക്കുറിച്ചും സംസാരിച്ചില്ല. പക്ഷെ അച്ഛന്റെ സ്നേഹസ്മരണമായ പ്രവർത്തിക്കാൻ തുടങ്ങി. അടുത്ത ആഴ്ച മുതൽ ഈ പറഞ്ഞ ചേട്ടൻ പള്ളി വരാൻ തുടങ്ങി. കേസൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുക. ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോ നിരുപാധികം ആ സഹോദരൻ കേസിൽ നിന്ന് പിന്മാറി. ഒരക്ഷരം പോലും ആ കേസിനെ കുറിച്ച് പുരോഹിതൻ സംസാരിച്ചിട്ടില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അവിടെ പ്രവർത്തിക്കുന്നത് ക്രിസ്തുഭാവത്തിലേക്ക് പുരോഹിതൻ മാറി എന്നുള്ളതാണ്. അത്രയും നാൾ ആ ഇടവകയിൽ വന്നിരുന്ന പുരോഹിതന്മാരുമായിട്ട് നേരിട്ട് വ്യക്തിപരമായ ഒരു വൈരാഗ്യവും ഈ പറഞ്ഞ അൽമായനില്ല. ആദ്യം കേസ് കൊടുത്തൊരു അച്ഛനുണ്ട്, ആ കേസ് തുടർന്ന് പോവാ. അത് ഇടവകയുമായിട്ടുള്ള കേസാണ്. പക്ഷേ ഈ ഒരു പുരോഹിതൻ തന്റെ ഹൃദയഭാവത്തെ ക്രിസ്തുവിനോട് സമമാക്കിയപ്പോ, അവരിനോട് അനുകമ്പയുള്ളവനാക്കി മാറ്റിയപ്പോ, പ്രതിദ്വന്ദ്ി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോ, വ്യക്തിപരമായി ഒരു അകലവുമില്ലാത്ത രണ്ടുപേർ തമ്മിൽ എന്തിനാണ് അകന്നിരിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉയർത്താൻ തയ്യാറായപ്പോ ആ ഹൃദയം അലിഞ്ഞു. ആ ഹൃദയം അലിഞ്ഞപ്പോ ഈ ഭൂമിത്തർക്കം തീർന്നു വന്നതിനേക്കാൾ ഒരു കുടുംബം വീണ്ടും വിശ്വാസത്തിന്റെ മേഖലയിലേക്ക് കടന്നു. ക്രിസ്തുവിന്റെ ഹൃദയം നമ്മെ അനുകമ്പാർദ്രമായ ഹൃദയമുള്ളവരാക്കും. ഏതു പാറയെയും അലിയിക്കാൻ നമുക്ക് കഴിയും. അത് പുരോഹിതർക്കും സന്യസ്തർക്കും മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും അവരന്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കാൻ, അവൻ അനുഭവിക്കുന്ന കാഠിന്യത്തിൽ നിന്ന് മോചനം കൊടുക്കാൻ ക്രിസ്തു സ്നേഹത്തിൽ നമ്മുടെ ഹൃദയം എരിയുമ്പോൾ സാധ്യമാകും എന്നാണ് ഈ പറഞ്ഞ വാഗ്ദാനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഇനിയും ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഹൃദയത്തിൽ എഴുതുമെന്നും, മാസാദ്യ വെള്ളിയാഴ്ചകൾ 9 ആഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ, ഈ ഭക്തി ആചരിക്കുന്നവർ അവസാന സമയത്തും കൂദാശകൾ സ്വീകരിച്ചുകൊണ്ടേ മരിക്കുമെന്നും ഒക്കെയുള്ള വെളിപ്പെടുത്തലുകളാണ്. ഇതിലൂടെയൊക്കെ വെളിപ്പെടുത്തുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ തിരുഹൃദയം ക്രിസ്തുവിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നുണ്ട്, ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ സ്നേഹത്തിലേക്ക് എപ്പോഴൊക്കെ നമുക്ക് തിരികെ പോകാൻ പറ്റുന്നുവോ, യേശുവിന്റെ സ്നേഹമെരിയുന്ന ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അപ്പോഴൊക്കെ ദൈവത്തിന്റെ സ്നേഹാനുഭവത്തിന് നാം അർഹരായിത്തീരും, ആ സ്നേഹത്തിലേക്ക് ചേർക്കപ്പെടും. നമ്മെ തന്നെ ക്രിസ്തുവിന്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ആ മാംസളമായ ഹൃദയത്തെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം മാംസളമായി തീരും, നമ്മുടെ ഹൃദയം സ്നേഹാർദ്രമായി തീരും. ആ സ്നേഹാർദ്രത ലോകത്തിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്തും. ഇങ്ങനെ
ക്രിസ്തുവിന്റെ സ്നേഹത്തെ അടയാളപ്പെടുത്താനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ ഭക്തി നൽകപ്പെടുന്നത്. ഈ ഭക്താനുഷ്ഠാനങ്ങളിലൂടെ ആചരണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അവ ചെയ്യുന്നതെന്ന ബോധ്യത്തെ മാറ്റിവെച്ചിട്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹത്തെ അനുഭവിക്കാനുള്ള ഒരു ഉപാധിയാക്കി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ഏതു സമയത്തും ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർക്കാൻ തിരുഹൃദയം പ്രേരിപ്പിക്കുന്നുണ്ട്. ആ വെളിപ്പെടുത്തൽ കേവലമായി ഒരു ചിത്രമായിട്ട് വണങ്ങുക എന്നുള്ളതല്ല, ഹൃദയതലത്തിൽ ക്രിസ്തുവിനെ ഇങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് ശക്തി നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് യേശുവിന്റെ ഹൃദയത്തിലേക്ക് തിരിയാം. ക്രിസ്തുവിന്റെ സ്നേഹം ആർദ്രമായി നമുക്ക് വേണ്ടി ഇപ്പോഴും ജ്വലിക്കുന്നുണ്ട്. ആ സ്നേഹത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെക്കാം. തിരുഹൃദയം നൽകുന്ന പാഠം ഹൃദയത്തിൽ സ്വീകരിക്കാം. അത് അവരിന് വേണ്ടി പരിഹാരമായി ജീവിതം അർപ്പിക്കുക എന്നുള്ളതാണ്. അവരിനോടുള്ള സ്നേഹത്താൽ, ക്രിസ്തു സ്നേഹത്താൽ ഹൃദയം എരിയുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലോകം മുഴുവനിലേക്കും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ ഞങ്ങളെയും ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.